ഇന്ത്യയിലെ ക്രൈസ്തവർ ഇത്രമേൽ അരക്ഷിതത്വത്തോടെ ഒരു ക്രിസ്മസ് കാലം ഇതിനു മുമ്പ് ഇവിടെ ആഘോഷിച്ചിട്ടില്ല. 2000 ചില്ലാനം വർഷത്തെ പഴക്കമുണ്ട് ഇന്ത്യയിലെ ക്രൈസ്തവ വിശ്വാസത്തിന്. ഇന്നോളം അവർ അനുഭവിച്ചിട്ടില്ലാത്ത പ്രതിസന്ധിയും അവഹേളനവുമാണ് ഇത്തവണത്തെ തിരുപ്പിറവിക്കാലത്ത് ക്രൈസ്തവർ ഇന്ത്യയിൽ നേരിട്ടത്. ബൈബിൾ കൂട്ടിയിട്ട് കത്തിച്ചത് ഹരിയാനയിലാണ്. ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ മാളിൽ സജ്ജീകരിച്ച ക്രിസ്മസ് അലങ്കാരങ്ങൾ തകർത്ത് കളഞ്ഞു. രാജസ്ഥാനിലെ ദുർഗാൻപൂരിൽ കുർബാന തടസ്സപ്പെടുത്തി പുരോഹിതനെ നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ക്രിസ്മസ് അലങ്കാരങ്ങൾ വിൽക്കുന്ന കടകൾ ബഹിഷ്കരിക്കാനും ക്രിസ്മസ് ആഘോഷിക്കുന്ന ഹിന്ദുക്കളെ ഒറ്റപ്പെടുത്താനും ഒരുവിധം എല്ലാ നഗരങ്ങളിലും VHP തിട്ടൂരമിറക്കിയിരുന്നു. ഒഡീഷയിലെ ക്രിസ്മസ് അലങ്കാരങ്ങൾ വിൽക്കുകയായിരുന്ന വഴിയോര വാണിഭക്കാരെ കയ്യേറ്റം ചെയ്തു. ഉത്തർപ്രദേശിലെ ലക്നൌവിൽ ചർച്ചിന്റെ കവാടത്തിൽ വന്നിരുന്ന് ഹനുമാൻ ചാലീസ ചൊല്ലി കുർബാന തടസ്സപ്പെടുത്തി. സാന്താക്ലോസിന്റെ വസ്ത്രമണിഞ്ഞ ആഘോഷ സംഘത്തിന് നേരെ പലയിടങ്ങളിലും അതിക്രമങ്ങൾ ഉണ്ടായി. ഇങ്ങ് കേരളത്തിൽ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ ക്രിസ്മസ് ആഘോഷത്തിൽ ഗണഗീതം എഴുന്നള്ളിക്കാത്തതിന് ആഘോഷമില്ലാതായി. പാലക്കാട് കരോളിന് നേരെ സംഘപരിവാർ അതിക്രമവും ഉണ്ടായി. ഈ വിഷയം ഉന്നയിക്കപ്പെട്ടപ്പോൾ കരോൾ സംഘത്തിന് മർദ്ദനമേറ്റത് നന്നായി എന്ന മട്ടിലാണ് BJP കൂടാരത്തിലെ കാസ വക്താക്കളുടെ വെപ്പ് തന്നെ. ക്രിസ്മസ് ദിനത്തിൽ ചർച്ചിൽ പോകുന്ന ഹിന്ദുക്കളുടെ തല തല്ലിപ്പൊളിക്കുമെന്ന് ബജ്രംഗ് ദൾ ഭീഷണി മുഴക്കിയിരുന്നു. പിറ്റേന്ന് കാണുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലെ പാർലമെന്റിനടുത്തുള്ള റിഡംഷൻ ചർച്ചിൽ പ്രഭാത കുർബാനയിൽ പങ്കെടുക്കുന്നതാണ്. ഒരു ഭാഗത്ത് ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേരെ അതിക്രൂരമായ അതിക്രമങ്ങൾ നടക്കുമ്പോൾ ഇവിടെ 360 ഫോട്ടോഷൂട്ടാണ്. അതും സുപ്രീം കോടതി മുൻ ജഡ്ജി അടക്കമുള്ള വിശ്വാസികളെ വരെ പള്ളിക്കകത്തേക്ക് കടത്തിവിടാതെയുള്ള പ്രഹസനം. ക്രിസ്മസ് ഈസ്റ്റർ കാലങ്ങളിൽ ഈ അടുത്തായി കേരളത്തിൽ കണ്ടു തുടങ്ങിയ കാര്യമാണ് കേക്കുമായി അരമനകൾ കയറിയിറങ്ങുന്ന BJP RSS നേതാക്കളുടെ ഔട്ട്റീച്ച് പരിപാടി. 3-4 പേർ കാസ എന്ന പേരിൽ വിദേശത്തെവിടെയോ മറവിലിരുന്ന് പടച്ചുവിടുന്ന വർഗീയ വിദ്വേഷ വ്യവഹാരങ്ങൾ കൂടി ചേർത്ത് സംഘപരിവാരം ഉണ്ടാക്കുന്ന വർഗീയ ധ്രുവീകരണമാണ് രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന ക്രൈസ്തവ വിരുദ്ധ അതിക്രമങ്ങളോടെ വെളിച്ചത്താവുന്നത്. രാജ്യത്ത് ക്രൈസ്തവർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നതായി ക്രൈസ്തവ സംഘടനകൾ കണക്കുകൾ നിരത്തുന്നുണ്ട്. മണിപ്പൂരിൽ കുക്കി മെയ്തേയ് കലാപത്തിന്റെ മറവിൽ 200-ലധികം ചർച്ചുകൾ കത്തിച്ചു കളഞ്ഞു. സഭാവസ്ത്രമണിഞ്ഞ പുരോഹിതരെയും കന്യാസ്ത്രീകളെയും വേട്ടയാടുന്നുണ്ട്. സെമിത്തേരിയിൽ നിന്ന് ക്രിസ്ത്യാനികളുടെ മൃതദേഹാവശിഷ്ടങ്ങൾ മാന്തിയെടുത്ത് ഗർവാപ്പസി മന്ത്രങ്ങൾ ചൊല്ലി സംസ്കരിച്ച സംഭവം വരെ നമ്മൾ കണ്ടു. ഓരോ ദിവസവും രാജ്യത്ത് എവിടെയെങ്കിലും ക്രൈസ്തവർ ഏതെങ്കിലും തരത്തിൽ ആക്രമിക്കപ്പെടുന്നുണ്ട് എന്നതാണ് സത്യം. രാജ്യത്തുടനീളമുള്ള സഭകളുടെ ഭൂസ്വത്തുകളിൽ സംഘം ഇതിനകം കണ്ണുവെച്ചു കഴിഞ്ഞു. സ്കൂളുകൾക്കും മറ്റു സേവന കേന്ദ്രങ്ങൾക്കും നേരെ നിരന്തരം ആക്രമണങ്ങൾ നടന്നു വരുന്നു. ഹിന്ദു മുസ്ലിം, ക്രിസ്ത്യൻ മുസ്ലിം, ക്രിസ്ത്യൻ ഹിന്ദു എന്നിങ്ങനെ തലങ്ങും വിലങ്ങും മനുഷ്യരെ ഭിന്നിപ്പിച്ച് അധികാരത്തിലേക്കുള്ള കുറുക്കുവഴികൾ പണിയുകയാണ് ഭീകരരുടെ ലക്ഷ്യം. കരുതിയിരിക്കുക, കപടന്മാരെ കരുതിയിരിക്കുക.